കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ പഠിച്ചാൽ നിങ്ങളെ അറിയേണ്ട കർത്താവ് നിങ്ങളെ അറിഞ്ഞിരിക്കും. സ്തോത്രം. ബൈബിൾ നമ്മൾ പഠിക്കുമ്പം ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. ബൈബിളിലൊരു വാക്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഒരാൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ തിന്മയായതെല്ലാം നന്മയാകാൻ തുടങ്ങും. നിങ്ങളോട് തന്നെ ചോദിച്ചേ, ആഴമായൊരു ദൈവസ്നേഹം നിങ്ങളുടെ അകത്തുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നതിന് എന്താണ് തടസ്സം? ആ തടസ്സം നിങ്ങൾ എടുത്തു മാറ്റണം. എന്നിട്ട് കർത്താവിനെ ആഴമായി സ്നേഹിക്കണം. ബൈബിളിൽ ഒരു ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുക, ലോകത്തെ സ്നേഹിക്കരുത്. കാരണം ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഈ ലോകത്തിൻ്റെ ധനത്തെയോ കുടുംബത്തെയോ വസ്തുവകകളെയോ വില കൂടിയ വാഹനങ്ങളെയോ വില കൂടിയ വീടുകളെയോ അതിലൊന്നും ആകരുത് നിങ്ങളുടെ സ്നേഹം. നിങ്ങളുടെ സ്നേഹം ഇതെല്ലാം തന്ന ദൈവത്തിലായിരിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ദൈവത്തെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്ന പോലെ ഉദിക്കുമെന്ന്. ജീവിതം മറ്റൊരു ലെവലിൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിനെ അതിരി കടന്ന് സ്നേഹിക്കുക. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ മറ്റൊരു വാക്യം കൂടെ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അപ്പം നിങ്ങളിന്ന് തീരുമാനമെടുക്കണം, ലോകത്തിലുള്ള ഒന്നിനെയും സ്നേഹിക്കാതെ ഏറ്റവും അധികമായി ദൈവത്തെ സ്നേഹിക്കണം. ദൈവം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എന്തും ഉണ്ടാകാവും. അങ്ങനെ ഒരു തീരുമാനം ഇന്ന് എടുക്കണം. എന്നിട്ട് പറയാ, അങ്ങനെ സ്നേഹിക്കുന്നവരെ ദൈവം അറിഞ്ഞിരിക്കുന്നു. നിന്റെ സ്നേഹിതന്മാർക്ക് നിന്നെ അറിയാമെന്നല്ല, എൻ്റെ ദൈവത്തിന് നിന്നെ അറിയാമെന്നുള്ളത് എത്ര സന്തോഷകരമായ അനുഭവമാണ്. കർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കുക. കർത്താവ് നിന്നെ അറിയുന്നുണ്ട്, നിന്റെ അവസ്ഥകൾ അറിയുന്നുണ്ട്, നിന്റെ സ്ഥിതിക്ക് ഉടനെ മാറ്റം വരും. നമുക്ക് തീരുമാനമെടുക്കാം, ഇന്ന് തൊട്ട് ഞാൻ കർത്താവിനെ ആഴമായി സ്നേഹിക്കും. ആ കരകളൊന്ന് കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ലോകത്തിലുള്ള ഒന്നിനെയും സ്നേഹിക്കാതെ ഏറ്റവും അധികമായി അങ്ങയെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങളെ അങ്ങ് അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആഴമായി അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയുടെ കൃപയിൽ നിറഞ്ഞു ജീവിപ്പാൻ കൃപ കൊടുക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്ന നിന്നെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു.